ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ യൂട്യൂബ് വീഡിയോ. ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റഡി വ്ളോഗ് ആയിട്ടാണ്. ഞാൻ ഒരു 10ാം ക്ലാസ് സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് ഞാൻ ഇപ്പോൾ പഠിക്കാൻ വിചാരിക്കുന്നത് ഫിസിക്സ് ആണ്. പൊതുവെ എനിക്ക് ഫിസിക്സ് കുറച്ച് ഈസി ആയിട്ട് സബ്ജക്റ്റും എല്ലാ കണ്ടൻറ്റും കത്തുന്നത് പെട്ടെന്ന് എനിക്ക് ഫിസിക്സ് ആണ്. കാരണം എന്താണ് എനിക്കറിയില്ല, പൊതുവെ എനിക്ക് ഫിസിക്സ് കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇനി ഞാൻ പഠിക്കാൻ വിചാരിക്കുന്നത് ഇലക്ട്രിക് കറണ്ട് കൺസംപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന പാഠമാണ്. ഇപ്പോൾ പാഠം കുറച്ച് ടഫുള്ള പാഠമാണ്, കുറേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഈ പാഠം പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഇക്വേഷൻസ് ഒക്കെ കുറച്ച് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അധികം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഇതിന്ന്. ഈ ചാപ്റ്റർ പറയണത് പെട്ടെന്നൊക്കെ കൺസെപ്റ്റ് വളരെയധികം കത്താനും നമുക്കിപ്പം ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്താലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ കഴിയും. ഈ പാഠത്തിൽ മെയിനായിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അധികം കണ്ടന്റ് കാണാതെ പഠിക്കാനൊന്നും ഈ ചാപ്റ്ററിലില്ല. ഇപ്പോൾ 6:18 മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. ഞാൻ പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം വൈകുന്നേരമായി. നല്ല ചുവപ്പ് നിറമായിട്ടുണ്ട് ആകാശമൊക്കെ. പഠിക്കാനിരിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ നീച്ച് പഠിക്കാൻ വിചാരിച്ച് വീട്ടിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് രാത്രി പിന്നെ പഠിക്കാൻ ടൈം കിട്ടിയില്ല. പിന്നെ രാവിലെ 6 മണിക്ക് നീച്ച് ആ ഫിസിക്സിൻ്റെ ആ ക്വസ്റ്റ്യൻസ് മാത്രം വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സാറ്. ഞാൻ ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്നുകൂടി എടുത്തിട്ട് ഫുള്ളും ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് കുഴപ്പമില്ല ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഫിസിക്സ് കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ബാക്കിയുള്ള സബ്ജക്റ്റ് കമ്പയർ ചെയ്യുമ്പം. മാത്സിന് വെച്ച് നോക്കുമ്പോഴും കെമിസ്ട്രി വെച്ച് നോക്കുമ്പോഴൊക്കെ എനിക്ക് ഫിസിക്സ് സിമ്പിളാണ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.